വൃത്തിയാക്കുക, ചോറ് വയ്ക്കുക, അല്ലെങ്കിൽ തൊഴുത്ത് വൃത്തിയാക്കുക, ഇതൊക്കെയാണ്. അപ്പം ഞാൻ ആശ്രമത്തിൽ ചേർന്നിട്ട് 3 മാസം കഴിഞ്ഞപ്പം ഒരു ദിവസം അമ്മ ഇങ്ങനെ കൈയും കെട്ടി എൻ്റെ അടുത്ത് വന്നു. പുറകിൽ കൈയും കെട്ടിയിട്ട് വന്നിരിക്കുകയാണ്. പെട്ടെന്നൊരു ചൂലെടുത്തമ്മ കാണിച്ചു. മോനൊരു സമ്മാനം എന്ന് പറഞ്ഞു. തൂത്ത് വൃത്തിയാക്കാൻ പറഞ്ഞു. ഏതാണ്ട് 79ൻ്റെ അവസാനത്തിലാണ് ഞാൻ ആശ്രമത്തിൽ വരുന്നത്. 89 അവസാനിക്കുന്നത് വരെ ഞാൻ അവിടുത്തെ തൂപ്പുകാരനാണ്. ആ വേണു എന്നൊരു വ്യക്തിയെ ഇത്രയെങ്കിലും ആക്കിയെങ്കിൽ അത് വേണുവിൻ്റെ വൈഭവമോ പ്രണവാമൃതാനന്ദയുടെ വൈഭവമല്ല, അത് മാതാ അമൃതാനന്ദമയി ദേവിയുടെ വൈഭവമാണ്. വേണുവിനെ പ്രണവാമൃതാനന്ദപുരിയാക്കി മാറ്റിയത് അമ്മയുടെ വൈഭവമാണ്. തീർച്ചയായിട്ടും ഞാൻ വ്യക്തിഗതമായ തലത്തിൽ മാത്രമല്ല ഇത് പറയുന്നത്, എല്ലാ ഗുരുകുല സമ്പ്രദായങ്ങളിലും ആചാര്യ പരമ്പരയിലും സംഭവിച്ചിട്ടുള്ള ഇത് തന്നെയാണ്. ശാസ്ത്രങ്ങളല്ല മഹാത്മാക്കളെ സൃഷ്ടിക്കുന്നത്, ശാസ്ത്രീയ കുർവന്തി എന്നാണ് പ്രമാണം. അവരില്ലെങ്കിൽ, ലിവിങ് എക്സാമ്പിൾസ് ഇല്ലെങ്കിൽ ശാസ്ത്രങ്ങൾക്ക് പ്രസക്തിയില്ല. ശാസ്ത്രങ്ങളെ ശാസ്ത്രവത്കരിക്കുന്നത് മഹാത്മാക്കളാണ്. ശാസ്ത്രങ്ങളെ ശാസ്ത്രവത്കരിക്കുന്നത് ശുഷ്ക വേദാന്തികളോ വാചക തൊഴിലാളികളോ അല്ല. വേദാന്തം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയാണ്. സ്വാമിജി, എനിക്കിപ്പം ഓർമ്മ വരുന്നത് ഒരു ഗീതാ ശ്ലോകമാണ്. അമ്മ ഇപ്പം അങ്ങ് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതാണ്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശൂനി ചൈവ ശ്വപാകേച പണ്ഡിതാ സമദർശിന. കറക്റ്റ്. അപ്പം അമ്മയാണ് യഥാർത്ഥത്തിലുള്ള ഒരു പണ്ഡിത. കാരണം ആത്മവിഷയാ ബുദ്ധി. അതെ, അതാണ് പാണ്ഡിത്യത്തിന് ശ്രീശങ്കരൻ കൊടുത്തേക്കുന്ന വ്യാഖ്യാനം. അതാണ് ആത്മബുദ്ധി. താൻ ആത്മാവാണെന്നറിയുന്ന ബുദ്ധി അല്ലാതെ ബാക്കിയൊന്നും പാണ്ഡിത്യമല്ല. സ്വാമിജി, പിന്നെ ഉയർന്നു വന്നൊരു വിമർശനം അതൊരു ഭക്തി പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും ഭക്തി പ്രസ്ഥാനമാണല്ലോ. ഏതാ ഭക്തി പ്രസ്ഥാനം അല്ലാത്തത്? മാതാ അമൃതാനന്ദമയി മഠം ഭക്തി പ്രസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഏതാണ് ഭക്തി പ്രസ്ഥാനമല്ലാത്തത്? ഭക്തിയും ജ്ഞാനവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? എനിക്ക് ഏറ്റവും പ്രിയൻ ഭക്തനാണ് എന്ന് എല്ലായിടത്തും ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. ന അഭക്തായ ന അതപസ്കായ എന്ന് പ്രമാണമുണ്ട്. മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി എന്നും പ്രമാണമുണ്ട്. മോക്ഷത്തെ നേടാനായിട്ട് പല 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 മാർഗങ്ങളും സാധനങ്ങളും ഉണ്ടെങ്കിൽ പോലും അതിലേറ്റവും ശ്രേഷ്ഠമായത് ഭക്തി തന്നെയാണ് എന്ന് അദ്വൈതാചാര്യൻ ശ്രീശങ്കരനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാതാമൃതാനന്ദമയി മഠം ഭക്തിപ്രസ്ഥാനമാണെങ്കിൽ ഞങ്ങളതിൽ വളരെ സന്തോഷിക്കുന്നു. കാരണം മറ്റേത് പ്രസ്ഥാനത്തെക്കാളും മോക്ഷത്തെ നേടാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ആൾദൈവം എന്ന് വിളിക്കുന്നത് മിക്കവാറും സ്വാമിജി അറിവില്ലാത്തത് കൊണ്ട് തന്നെ ആ യൂസേജ് ഈസ് ആബ്സല്യൂട്ട്ലി റോങ്. കാരണം നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രം അനുസരിച്ച് എവരി സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. ശരിയാണ്. ഒരു ആളിന് ദൈവമായി തീരാം. അപ്പോൾ ഈ നിഗ്രഹാനുഗ്രഹ ശക്തി എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും സങ്കല്പങ്ങളുണ്ട്. അമ്മയെപ്പോലുള്ള ആൾക്കാരുടെ കാര്യത്തിൽ സങ്കല്പം എന്ന് പറയുമ്പോഴത്തേക്കും ദ പ്യുവറസ്റ്റ് തോട്ട് ഇൻ ദ മോസ്റ്റ് സെൽഫ്ലെസ് മൈൻഡ്, അങ്ങനെ വേണം നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. പക്ഷേ ഈ സങ്കല്പങ്ങൾ എല്ലാ ജീവന്മാർക്കും ഉണ്ട്. ഞങ്ങളൊക്കെ പരീക്ഷ കഴിയുമ്പോൾ അച്ഛനമ്മമാരുടെ കാല് പോയി തൊട്ട് വണങ്ങിയിട്ടുണ്ട്, നന്നായി വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പം നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളത് ജീവൻ മുക്തന്മാർക്കാണ്. അങ്ങനെയുള്ള ജീവൻ മുക്തന്മാരുടെ അടുത്ത്, ബ്രഹ്മജ്ഞാനികളുടെ അടുത്ത് പോയിട്ട് വേണം ഈ ശാസ്ത്രം പഠിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാവും അത് വളരെ സൂക്ഷ്മാർത്ഥത്തിൽ പഠിക്കേണ്ട ഒന്നാണ് എന്ന്. അല്ലാതെ അക്ഷരങ്ങളിലൂടെയും ശ്ലോകങ്ങളിലൂടെയും പഠിക്കേണ്ടത് മാത്രമല്ല, അതിനെ നമ്മൾ ഡിനേ ചെയ്യുന്നില്ല, നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പഠനം മനസ്സിൻ്റെ വിക്ഷേപ കാലുഷ്യങ്ങൾ അകറ്റാൻ സഹായിക്കുമെങ്കിൽ അതാകാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മയുടെ പ്രഭാഷണങ്ങളിൽ അമ്മ പിന്നെ ചെറിയ 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 കാര്യങ്ങൾ, ലോകത്തിന് വേണ്ട കൊച്ചു 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 കാര്യങ്ങളാണ് പറയുന്നതെന്ന് അല്ലേ. ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ നിത്യം നിരഞ്ജനം നിർഗുണം നിർവികാരം ഒന്നും അമ്മ പറയാറില്ല. സാധാരണക്കാരുടെ കഷ്ടപ്പാടുകൾ അതെങ്ങനെ പരിഹരിക്കണം, ഈ വിഷയങ്ങളൊക്കെയാണ് അമ്മ സംസാരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് അമ്മയ്ക്ക് അത് അറിഞ്ഞുകൂടാന്ന് വരുന്നില്ല. ഞാൻ പണ്ട് കാലത്ത് 10-25-26 വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മയുടെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരാൾ, സാധാരണ കൂടാണ്. അദ്ദേഹം അമ്മയുടെ അടുത്ത് വന്നു. അമ്മ, എനിക്കൊരു ചോദ്യം. എന്താ മോനെ? അമ്മ, ഈ ഭൂമി എവിടെ നിന്നുണ്ടായി? പരീക്ഷിക്കാനായിട്ടുള്ള ചോദ്യമാണ്. സ്റ്റാർസ് എവിടെ നിന്നുണ്ടായി? കടൽ എവിടെ നിന്നുണ്ടായി? പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? അമ്മ കണ്ണടച്ചു, ബുദ്ധൻ ചെയ്തതുപോലെ ഒന്ന് ചിരിച്ചു, പറഞ്ഞു, മോൻ്റെ ചോദ്യങ്ങൾ എവിടെ നിന്നുണ്ടായി? അവിടെ നിന്ന് തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഉദ്ഭവം.